ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷീന. സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷീനയുടെ ആവശ്യം. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് പ്രതികരണം. നമ്മളെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും അവസ്ഥയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനൊരു പരിഹാരമാവും എന്ന് പ്രതീക്ഷയിൽ നിൽക്കാനാണ്ട് 1.5 വർഷമായിട്ടും ഒരു രൂപത്തിലുള്ളൊരു പരിഹാരവും നമ്മളടുത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ആരോടെ എങ്ങനെ പറയേണ്ടത് നമുക്കറിയില്ല. പിന്നെ അല്ലാതെ ഇപ്പോൾ കേസ് കോടതിയിലെത്തി, പോലീസ് അങ്ങനെ തെളിയിച്ച് കോടതിയിലെത്തി. ആ കോടതിയൊക്കെ വിധി വരുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മൾ ഈ ഇതുമൂലം നമ്മൾ മരിച്ചിട്ടുണ്ടാവും തന്നെ എനിക്ക് ഇപ്പോൾ തോന്നുന്നു. നമ്മളെ മരണശേഷം അയക്കുന്ന എന്തെങ്കിലും ഒരു വിധി വരാം. കാരണം അത്രയും ഞാൻ മാനസികമായിട്ടാണ് ഇപ്പോൾ തളർന്നു പോകുന്നത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, ഹർഷീനയുടെ ദുരവസ്ഥ, അതിനുശേഷമുള്ള അവരുടെ പോരാട്ടം, സമരം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ ചില ഉറപ്പുകൾ അവർക്ക് മുമ്പിലേക്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു, അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ അതൊന്നും അനുഭാവപൂർവമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനം, ആരോഗ്യവകുപ്പിനെതിരെ നേരിട്ടുള്ളൊരു വിമർശനം തന്നെ ഹർഷീന നടത്തുകയും ചെയ്യുന്നു. എന്താണ് ഹർഷീന പറയുന്നത് മിഥില? ശ്രീജിത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർഷീനയുടെ ദുരിതം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമുള്ള ഓരോ വാർത്തയും കൃത്യമായി തന്നെ 24 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഹർഷീന ആരോഗ്യവകുപ്പിനെതിരെ വിമർശനം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു കാരണം എന്നത്, ഇന്നലെ അവർ വയറുവേദനയെ തുടർന്ന്, അതായത് സർജറി നടന്ന ഈ സ്ഥലത്ത് വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമായിരുന്നു ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണവും മറ്റു പല വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും തനിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവരിപ്പോൾ വീട്ടിലേക്ക് ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ വന്നത്. തുടർ ചികിത്സ, അതാണിപ്പോൾ അവർ സർക്കാരിനോട്, ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടുന്നത്. കാരണം ഇന്നലെ തന്നെ വലിയൊരു തുക കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ ആവശ്യമാണ് എന്ന ഒരു സൂചനയാണ് ഈ ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്കിപ്പോൾ സാമ്പത്തിക നില വളരെ മോശമാണ്. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. സർക്കാർ നൽകിയ ഒരു ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും തനിക്ക് നീതി ലഭിച്ചു, അതായത് കുറ്റക്കാരെ കണ്ടെത്തി വിചാരണ നടപടി ഏപ്രിലിൽ ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും തനിക്ക് നീതി ലഭിച്ചു. അതേസമയം ആരോഗ്യവകുപ്പ് തന്നെ മറന്നു, തനിക്ക് നൽകിയ ഉറപ്പ് മറന്നു. തനിക്കൊപ്പം ഉണ്ടാകും എന്നാണ് ആരോഗ്യമന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു ആരോപണവും വിമർശനവുമാണ് ഹർഷീന 24 ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.